ഈ അടുത്ത ദിവസമാണ് നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ മുണ്ട് മുറുക്കി ഉടുക്കാൻ വകുപ്പുകളോട് നിർദ്ദേശിക്കുന്നത്. എന്താണ് ഈ മുണ്ട് മുറുക്കി ഉടുക്കാനുള്ള നിർദ്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ വകുപ്പുകൾക്കും വളരെ കർശന നിർദ്ദേശങ്ങളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതായത് ആവശ്യമില്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടിയും പണം ചെലവഴിക്കരുത്, വക കൊള്ളിച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന് ഒരു പൈസ പോലും അധികപ്പറ്റ്, ആ ഫണ്ട് അല്ലാതെ ഒരു പൈസ പോലും അധികപ്പറ്റ് ചെലവഴിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കാര്യം ഓർമ്മിക്കണം. 2024-25 വർഷം പ്ലാൻ ഫണ്ട്, അതായത് ബജറ്റിൽ പ്രതിപാദിച്ചിരുന്ന പദ്ധതി ചെലവുകളുടെ 50% ഗവൺമെന്റ് ആദ്യം തന്നെ വെട്ടിക്കുറച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 10% കൂടി വെട്ടിക്കുറച്ചു. അതിനുശേഷം ഉള്ളത് മാത്രമാണ് വല്ലതും ചെലവഴിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം ചെലവഴിച്ചത്. അത്രയ്ക്കും ദുരിതമയമായിരുന്നു നമ്മുടെ ഖജനാവിന്റെ കാര്യം. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി അത്ര രൂക്ഷമായിരുന്നു. അതേ മന്ത്രി തന്നെ ഞങ്ങള് ഈ പറയപ്പെട്ട, അതായത് ധനപ്രതിസന്ധിയിൽ നിന്നൊക്കെ ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ബജറ്റ് പ്രസംഗം നടത്തിയ അതേ ധനമന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മുണ്ട് മുറുക്കി ഉടുക്കൂ വകുപ്പുകളെ എന്ന്. 36ഓളം പ്രധാനപ്പെട്ട വകുപ്പുകളാണ് സംസ്ഥാന ഗവൺമെന്റിലുള്ളത്. ആ വകുപ്പുകളോടൊക്കെയാണ് മുണ്ട് മുറുക്കി ഉടുക്കാൻ പറയുന്നത്. അപ്പൊ ഈ മുണ്ട് മുറുക്കി ഉടുക്കാൻ പറയുന്നതോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അതായത് സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗം, അതായത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിർദ്ദേശമില്ലാത്ത ഒരു കാര്യവും ചെയ്തുകൂടാ. ചില മേഖലകളെ പ്രത്യേകം പറയുന്നു. ഒന്ന്, സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കണം. നമുക്കറിയാം, സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നു. പോലീസുകാർക്ക് പോലും കഴിഞ്ഞ വർഷം പ്രതിയെ പിടിക്കാൻ പോലും പോകാൻ പെട്രോൾ ഇല്ലായിരുന്നു. പ്രതികൾ പോലും വലിയ കുറ്റവാളികൾ. അതുകൊണ്ടാണല്ലോ കേരളം ഈ ഗതിയിലേക്ക്, അതായത് ലഹരിയുടെയും മദ്യത്തിന്റെയും ഒക്കെ മാഫിയ വിളയാട്ടത്തിന്റെ നാളായി മാറിയിരിക്കുകയാണ്. കാരണം അതായത് പോലീസിന്റെ കയ്യിൽ പൈസയില്ല. ഈ വിളയാട്ടക്കാര്, ഗുണ്ടകള് ഗൂഗിൾ പേ വഴി ആരും അറിയാതെ പോലീസിന് പണം കൊടുത്ത് സ്വാധീനിച്ചിട്ട് ഗുണ്ടാവിളയാട്ടം നടത്തുന്ന കഥകളും നമ്മൾ ഈ അടുത്ത നാളിലൊക്കെ കേൾക്കാൻ ഇട വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോലീസിന് വണ്ടിയിൽ അടിക്കാൻ പെട്രോളിനോ ഡീസലിനോ നിവൃത്തിയില്ല. അത് തന്നെയുമല്ല, ഒരു കാരണവശാലും അനാവശ്യ രീതിയിൽ വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് തീട്ടൂരം കൊടുത്തിരിക്കുന്നു. അതുപോലെ ബജറ്റ് വിഹിതത്തെ അധികരിക്കുന്ന ഒരു ചെലവും ഒരു വകുപ്പ് നടത്തിക്കൂടാ. പിന്നെ അതുപോലെ മറ്റൊന്ന്, തനത് ഫണ്ടുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ, അതായത് കേരള യൂണിവേഴ്സിറ്റി പോലെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെ, അതായത് യൂണിവേഴ്സിറ്റികൾ പോലെ ഗ്രാന്റ് ഇൻ എയ്ഡ് കിട്ടാൻ അർഹതയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെന്ത് ചെയ്യണം? ഗ്രാന്റ് ഇൻ എയ്ഡിന് വേണ്ടി കാത്തിരിക്കാതെ തനത് ഫണ്ട് കണ്ടെത്തുക. പക്ഷെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾക്ക് തനത് ഫണ്ട് കണ്ടെത്താൻ എന്താ ഒരു മടിയെന്നറിയാമോ? തനത് ഫണ്ട് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നല്ല പ്രോജക്റ്റുകളൊക്കെ എടുത്ത് ചെയ്യണം. നല്ല പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല കഴിവ് വേണം. നല്ല കഴിവ് മാത്രം പോരാ, അത് പ്രോജക്റ്റ് പ്രപ്പോസൽസ് ഒക്കെ എഴുതി കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് റേറ്റിംഗിലൊക്കെ വന്ന് അങ്ങനെ പ്രോജക്റ്റുകൾ കിട്ടിയാലാണ് കോടികളുടെ വരുമാനം യൂണിവേഴ്സിറ്റികളിലേക്ക് ഉണ്ടാവുക. അങ്ങനെ വന്നാൽ അതിന്റെ സർട്ടൻ പെർസെൻറ്റേജ് യൂണിവേഴ്സിറ്റിയുടെ ചെലവുകൾക്ക് എടുക്കാവുന്നതാണ്. ബാക്കി മാത്രമാണ് ഈ ഇതിനു വേണ്ടി, അതായത് പ്രോജക്റ്റിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെയൊക്കെ ധാരാളം പ്രോജക്റ്റുകൾ കിട്ടുകയും ഫണ്ട് വരികയും ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, കർണാടകത്തിലും തമിഴ്നാട്ടിലും അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. വിദേശ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ അങ്ങനെയാണ്. അവർ ഗ്രാന്റ് ഇൻ എയ്ഡിനേക്കാളും നോക്കുന്നത് ഇങ്ങനെയുള്ള ഈ തനത് ഫണ്ടാണ്, അതായത് പ്രോജക്റ്റുകൾ ചെയ്തും ഒക്കെ കിട്ടുന്ന ഫണ്ടാണ്. പക്ഷെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കൊന്നും തന്നെ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല, അഥവാ അവരതിനു വേണ്ടി ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ ഡ്രൈവർ തസ്തിക, അതിനൊക്കെ വലിയ ക്രമീകരണമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിവതും കോൺട്രാക്ട് ഡ്രൈവേഴ്സ് മതി എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പല വകുപ്പുകളിലും, അത് ഉദാഹരണത്തിന് ഇപ്പം ബാണാസുര സാഗർ പ്രോജക്റ്റ് പോകട്ടെ, അതുപോലെയുള്ള വലിയ 10, 25, 10, 40, 50 വർഷം മുൻപ് തുടങ്ങിയ ഡാം, അതായത് ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകളിൽ അന്ന് മുതലേ അപ്പോയിന്റ് ചെയ്ത ആൾക്കാരുണ്ട്. കുറെ പേരൊക്കെ പിരിഞ്ഞുപോയി, കുറെ പേർ ഒരു ജോലിയും ഇല്ല. കാരണം പ്രോജക്റ്റുകളുടെ വർക്ക് നടക്കുന്നില്ല. പ്രോജക്റ്റുകളുടെ വർക്ക് നടക്കുന്നില്ലെങ്കിലും തൊഴിലാളികളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
ആവശ്യമില്ലാത്ത തസ്തികകൾ കിടക്കുന്നു. ആ തസ്തികകളൊക്കെ എന്നേ ഇല്ലാതെയാക്കേണ്ടതാ. പക്ഷെ അത്തരം തസ്തികകൾ ഇപ്പോഴും നിലകൊള്ളുന്നു. ആ തസ്തികകളുടെ കാര്യമാണ് പിന്നെ അവിടെയൊക്കെ ജോലി ചെയ്യാതെ ശമ്പളം പറ്റുന്നവരെയൊക്കെ ജോലി ഉള്ളിടത്തേക്ക് അബ്സോർബ് ചെയ്യണമെന്ന്. അപ്പോഴും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന ഒരു ഇഷ്യൂ അവിടെ വരും കേട്ടോ. കാരണം നമ്മുടെ ഗവൺമെന്റിൽ 2013 പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ പഠനം അനുസരിച്ച് 37,000-ലധികം അധിക തൊഴിലാളികൾ, അതായത് ആവശ്യത്തിൽ കവിഞ്ഞ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിൽ അന്ന് തന്നെ ഉണ്ട്. അതിനുശേഷം എത്ര പേർ പിരിഞ്ഞു പോയാലും പിൻവാതിൽ നിയമനം നടത്തി വീണ്ടും വീണ്ടും ആൾക്കാരെ കൂട്ടുകയാണ്. അപ്പോഴൊക്കെ എവിടെയാണ് ഈ നിർത്തിപ്പോയ പ്രോജക്റ്റുകളിൽ നിന്നുള്ളവരെ തിരികെ കയറ്റാൻ പറ്റുക? അപ്പൊ എല്ലാം പ്രശ്നങ്ങളാണ്. അതായത് ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് ഞാൻ ഓർക്കുകയാണ്. അതായത് കേരളത്തിന്റെ േക്കാൾ വളരെ കൂടുതൽ 10 ഇരട്ടി കൃഷിഭൂമിയുണ്ട് കർണാടകത്തിൽ. പക്ഷേ നമ്മുടെ റവന്യൂ സെക്ടറിൽ ഉള്ളതിനേക്കാൾ വളരെ കുറവ് ആൾക്കാർ മാത്രമേ അവിടെ എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് സർവീസിലുള്ളൂ, റവന്യൂ സെക്ടറിലുള്ളൂ. അതുപോലെ തമിഴ്നാടും അതുപോലെ മറ്റു പല, ഗുജറാത്തിലെ കാര്യം ഓർക്കുക. ഇവിടെ 3000-ലധികം പേരാണ് റവന്യൂ സെക്ടറിൽ, ലാൻഡ് റവന്യൂ സെക്ടറിലുള്ളത്. ഗുജറാത്തിലാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ വലിയ ജില്ലയായിട്ട് പോലും കൂടെ 300 പേരാണ് റവന്യൂ സെക്ടറിൽ ആകെ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒത്തിരി അനാവശ്യ തസ്തികകൾ കേരളത്തിൽ സൃഷ്ടിച്ച് വെറുതെ കിടക്കുകയാണ്. അതായത് ഒരിക്കൽ നിർത്തലാക്കി പോയ പ്രോജക്റ്റുകളിലേക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തവരെ പോലും പിരിച്ചുവിടുന്നതിന് പകരം അവരെയൊക്കെ സ്ഥിരം ജീവനക്കാരാക്കിക്കൊണ്ട് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്ത് ഇങ്ങനെ പോവുക. അതൊക്കെ തൊഴിലാളി യൂണിയൻ സമ്മർദ്ദമാണെന്നും കൂടി ഓർക്കണം കേട്ടോ. അങ്ങനെയുള്ള കേരളത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നടത്തുന്നത്. അതുപോലെ മറ്റ് സെമിനാറുകൾ, മേളകൾ, ശില്പശാലകൾ, പരിശീലന പരിപാടികൾ എന്നിവയുടെ ചെലവുകൾ ബജറ്റ് വിഹിതത്തിന്റെ 50% കൂടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ കുറെ നിബന്ധനകൾ, അതായത് മുണ്ട് മുറുക്കി ഉടുക്കാൻ ഓരോ വകുപ്പിനും കുറെ നിബന്ധനകൾ ശ്രീ ബാലഗോപാൽ വെച്ചിരിക്കുകയാണ്. അതൊക്കെ കൂട്ടി നമ്മൾ വായിക്കണം. കേരളത്തിന്റെ ധനപ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് വളരെ രൂക്ഷമാണ്, കേരളം കടക്കണിയിലേക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതൊന്നും കൊണ്ട് നിൽക്കുന്നില്ല. ഈ പറയപ്പെട്ട മുണ്ട് മുറുക്കി ഉടുക്കണം എന്നുള്ള ആജ്ഞ കേൾക്കുമ്പോൾ തന്നെ, നമുക്ക് ആ റിക്വസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഒരു ധനമന്ത്രി എത്ര താഴ്മയോടെയാണ് വകുപ്പുകളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയുടെ രൂക്ഷതയാണ് മനസ്സിലാകുന്നത്. ഓരോ വ്യക്തിയുടെ, അതായത് ഇപ്പോഴും കടം കൂടുതൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ സഞ്ചിത കടം GSDP-യുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 29% നിജപ്പെടുത്തേണ്ട കടം 33.77% ഇപ്പോഴും നമ്മുടെ ബജറ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണുന്നത്. എന്ന് വെച്ചാല് നിർമ്മലാ സീതാരാമനോ കേന്ദ്ര ഗവൺമെന്റോ ആര് ചെവിക്ക് പിടിച്ചാലും കേരളത്തിന് അതിനനുസരിച്ച് നിൽക്കാൻ പറ്റില്ല. അത്തരം അപകടകരമായ ധനപ്രതിസന്ധിയിലാണ് കേരളം എത്തിപ്പെട്ടിരിക്കുന്നത്. അത് നാം എല്ലാവരും ഓർത്തിരിക്കണം. നാം എല്ലാവരും നമ്മുടെ ഗവൺമെന്റിന്റെ ചെവിക്ക് പിടിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് നാളെ ഇവിടെ ഒരു ജീവിതം ഉണ്ടാകൂ. കാരണം ഇപ്പൊ പറയുന്നത് പോലെ സ്വകാര്യ യൂണിവേഴ്സിറ്റീസ് വരുമോ? ഇല്ല. ഇവിടുത്തെ ക്യാമ്പസുകൾ ഒരിക്കലും അതിനിപ്പോൾ സജ്ജമല്ല. ഈ രാസലായിനിയുടെ ഒക്കെ നീരാളി പിടുത്തത്തിൽ പെട്ട് കിടക്കുന്ന ഈ ഗുണ്ടാ വിളയാട്ടം നടക്കുന്ന സംസ്ഥാനത്തേക്ക് ഏത് രാജ്യത്ത് നിന്നാ മാന്യതയുള്ള സമ്പത്തുള്ള ഏതെങ്കിലും രാജ്യം അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ഇവിടെ തുടങ്ങാൻ തയ്യാറാകുമോ? അത് വെറും വ്യാമോഹം മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ നോക്കി നിൽക്കുന്നതിന് കൂലി ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ പരിഹസിച്ചതുപോലെ തന്നെ അത് വസ്തുനിഷ്ഠമായ കാര്യമാണ് അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്. അങ്ങനെയുള്ള കേരളത്തിലേക്ക് ആരെങ്കിലും വ്യവസായം കൊണ്ടുവരുമോ? എവിടെ നോക്കിയാലും എല്ലായിടത്തും ഈ ഗുണ്ടാ വിളയാട്ടമാണ്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും അടിയറവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ഗവൺമെന്റിന് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്.